ഒളിമ്പിക്സിൽ പോകുന്നതാണ് എൻ്റെ സ്വപ്നം. ഓൾറെഡി ഇതിപ്പോൾ കംപ്ലൈൻ്റ് ആണ്. ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ എനിക്ക് ഇപ്പോൾ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അടുത്ത ഗിഫ്റ്റ് സന്തോഷത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, ആരെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഈ ഒരു വലിയ ഉപഹാരം ഞാൻ മറക്കൂല. നമ്മൾ കുറച്ച് നാൾ മുന്നേ സ്കേറ്റിംഗ് ചെയ്യുന്ന വിദ്യ എന്നുള്ളൊരു കുട്ടിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? അന്ന് വിദ്യ നമ്മളോടെല്ലാം ആവശ്യപ്പെട്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഇവിടെ ലൂപ്പിന്ന് സ്കേറ്റ് ബോർഡ് ഞാനൊരു സ്പോൺസർ അന്വേഷിക്കുന്നുണ്ട്. പുതിയത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് 10,000 രൂപ ആവും അല്ലേ? ഇന്ന് നമ്മൾ വിദ്യ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, വിദ്യക്ക് ആവശ്യമുള്ള ആ ഒരു ഗിഫ്റ്റ് നമ്മൾ കൊടുക്കാൻ പോവാണ്. അടുത്ത ഗിഫ്റ്റ് സന്തോഷമായോ? പിന്നല്ല. അപ്പൊ നമുക്കിതിപ്പോ തന്നെ തുറന്നു നോക്കാം. താങ്ക് യു സോ മച്ച്. ആ വീഡിയോ വന്നതിന് ശേഷം ഒത്തിരി പേര് നമ്മൾക്ക് കോമൻസ് ആയിട്ടും അതുപോലെ തന്നെ മെസ്സേജ് ആയിട്ടൊക്കെ വന്നു. നമുക്ക് ആ കുട്ടീനെ ഇത് സ്കേറ്റിംഗ് ബോർഡ് വാങ്ങിക്കൊടുക്കണമെന്നുണ്ട്. അതിൽ ഫസ്റ്റ് വന്ന ഒരു മെസ്സേജിനാണ് നമ്മൾ റിപ്ലൈ കൊടുത്തത്. ആൾക്ക് പേര് പറയാൻ താല്പര്യമില്ല, ആളൊരു പ്രവാസിയാണ്. അപ്പം എന്നോട് പറഞ്ഞ കാര്യമുണ്ട്, ഞാനും ഒരു തൊഴിലാളിയാണ്, ഞാൻ വലിയ മുതലാളി എന്നല്ല, പക്ഷേ വിദ്യയുടെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്കിത് വാങ്ങിക്കൊടുക്കണം എന്നുള്ളൊരു തോന്നി. അദ്ദേഹത്തോട് എന്താ പറയാനുള്ളത്? ഈ ബോർഡ് കിട്ടിയ സന്തോഷത്തിൽ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല, ആരെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഈ ഒരു വലിയ ഉപഹാരം ഞാൻ മറക്കൂല. അതുപോലെ തന്നെ പഠിക്കാൻ വേണം. ടീച്ചർ വിളിച്ചോണ്ടിരിക്കുവാന്ന് പറഞ്ഞല്ലേ? വിദ്യക്ക് അതിനൊരു സ്പോൺസർ വേണം. ഇപ്പൊ നമ്മളൊരു ഡ്രോപ്പ് ഔട്ട് ചെയ്ത് നിൽക്കുവാണ് 10th കഴിഞ്ഞിട്ട്. ഇപ്പൊ +1 എക്സാം എഴുതണം. അതിനായി നമുക്ക് സർക്കാർ വക ആണെങ്കിലും നമുക്ക് പൈസ ചിലവുണ്ട് പല കാര്യങ്ങൾക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് വേണം. പിന്നെ കൂടാതെ തന്നെ നമ്മൾ വേറൊരു കാര്യം കേട്ടത്, ഇപ്പോൾ ഇതിൻ്റെ കോമ്പറ്റീഷൻസിന് പോകുമ്പോഴായാലും നമുക്ക് എന്തോ പൈസ ആവുന്നുണ്ടല്ലേ? ഉണ്ട്. ഇപ്പൊ അത് ഇറ്റലിയിൽ എന്തോ ഒരു കോമ്പറ്റീഷൻ വരുന്നുണ്ടെന്ന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ? ഞാൻ അറിഞ്ഞില്ല. അങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് വരുമ്പോൾ നമുക്ക് അതിനുള്ള പൈസ എടുക്കേണ്ടി വരും. ഇനി കൂടുതൽ പ്രാക്ടീസ് ചെയ്യുക, കൂടുതൽ കോമ്പറ്റീഷനിൽ ഓൾറെഡി വിന്നറാണെന്ന് അറിയാം, ഫസ്റ്റ് മെഡലൊക്കെ കിട്ടുന്നുണ്ട് അറിയാം. ഇനി കൂടുതൽ മത്സരങ്ങളിൽ പോയി പങ്കെടുക്കുക, എല്ലാം ചെയ്യാം. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.